ഗുണ്ടാ നേതാവ് ഓംപ്രകാശ് പ്രതിയായ ലഹരി കേസിലെ തൊണ്ടി മുതൽ വിട്ടു നൽകാൻ ഡിവൈഎസ്പിയുടെ വഴിവിട്ട് ഇടപെടൽ. ഓംപ്രകാശിന്റെയും ഷിഹാസിന്റെയും ഫോണുകൾ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎസ്പി അന്വേഷണ സംഘത്തെ സമീപിച്ചു. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകി. എസ് ശ്യാംകുമാർ വിവരങ്ങൾ വെച്ചിരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ ഓംപ്രകാശിന്റെ ഫോൺ ഇരിക്കുന്നതിൽ ഡിവൈഎസ്പിക്ക് എന്തിനാണ് പ്രശ്നം? അഷ്മിയ, ഡിവൈഎസ്പി വലിയ പ്രശ്നക്കാരനാണ്. കാരണം കൊല്ലം ജില്ലയിൽ തന്നെ നിരവധി തവണ സസ്പെൻഷനുകളുടെ എണ്ണത്തിൽ റെക്കോർഡ് വാങ്ങിയ ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷെ കൃത്യമായി പ്രൊമോഷനൊക്കെ കിട്ടി ഇപ്പോൾ ഡിവൈഎസ്പി ആയി വരെ എത്തിയിട്ടുണ്ട്. ഇതേ ഉദ്യോഗസ്ഥനാണ് ഈ ഓംപ്രകാശിന്റെ കേസിൽ തൊണ്ടുമുതലായി പിടിച്ചെടുത്ത വസ്തുക്കൾ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് മരട് പോലീസിനെ സമീപിച്ചത്. ഏതായാലും ഉദ്യോഗസ്ഥർ അതിന് തയ്യാറായിട്ടില്ല. ഈ ഉദ്യോഗസ്ഥന്റെ ഹിസ്റ്ററിയൊക്കെ അറിയാവുന്നതുകൊണ്ട് പോലീസുകാർ അത് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. സസ്പെൻഷൻ ഒന്നും പുത്തരിയല്ലെങ്കിലും ആ ഉദ്യോഗസ്ഥൻ സർവീസിൽ തുടരുന്നുണ്ട്. ഗുണ്ടകളുമായിട്ടും ക്രിമിനൽ സംഘവുമായിട്ടും ഒക്കെ വലിയ ബന്ധം പുലർത്തുന്ന കൊല്ലം ജില്ലയിലെ പ്രമാദമായ പല കേസുകളും അട്ടിമറിക്കാൻ കൂട്ടുനിന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അങ്ങനെ ഒരാളാണ് ഈ മയക്കുമരുന്ന് കേസിൽ തൊണ്ടുമുതൽ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഇടപെട്ടത്. പക്ഷേ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിട്ട് 2 ആഴ്ച കഴിഞ്ഞു. ഇതുവരെ ഈ ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും ഈ ഓംപ്രകാശിനെ പോലെയുള്ള ക്രിമിനലുകൾ പ്രതിയായ കേസിൽ ഒത്തുതീർപ്പിനായി ഒരു ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് തന്നെ നേരിട്ട് ഇടപെടുന്നു. അദ്ദേഹം സർവീസിൽ സുഖമായി തുടരുന്നു എന്നുള്ളതാണ് ഇത്തരം കേസുകൾ ശരിയായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് പൊതുജനങ്ങളെ കൊണ്ട് സംശയിപ്പിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, ശ്യാംകുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പം ഈ പോലീസ് ഗുണ്ടാ ബന്ധത്തിൻ്റെ വാർത്തകൾ നേരത്തെയും വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയൊരു വാർത്ത എന്ന് വേണം അതിനെ കാണാൻ. എന്തുകൊണ്ടാണ് ഈ ഗുണ്ടകളോട് ഇത്ര അഫിനിറ്റി ചില പോലീസുകാർക്കെങ്കിലും എന്ന കാര്യം അന്വേഷിക്കപ്പെടട്ടെ.